പാർലമെന്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വളരെ നിർണായകമായ FCRA ഭേദഗതി ബിൽ ഇപ്പം ഇന്നോ നാളെയോ ഒക്കെ സംസാരിക്കും, ചർച്ചയ്ക്ക് വരുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ അതിലേക്ക് വരുമ്പോൾ ഈ ഭേദഗതിയിൽ മേൽ, അതായത് FCRA നിയമ ഭേദഗതിയിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ആശങ്കകൾ അകറ്റാൻ തയ്യാറാണെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചിരിക്കുന്നത്. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരത് ലാൽ, ഗുഡ് മോർണിംഗ്. ഈ FCRA ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് കടുത്ത പ്രതിഷേധമുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ മതസംഘടനകളും ഒക്കെ കടുത്ത ആശങ്ക അറിയിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒന്ന് വ്യക്തത വരുത്താൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് കേന്ദ്രം പറയുകയാണ്. ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ കൂടി തയ്യാറായിക്കൊണ്ടാണോ കിരൺ റിജിജുവിന്റെ ഈ പ്രഖ്യാപനം? ശരത്ത്, ഗുഡ് മോർണിംഗ് സുധലക്ഷ്മി. ഇതാദ്യമായിട്ടാണ് FCRA വിഷയത്തിൽ ഒരു അയവ് അല്ലെങ്കിൽ ഒരു ഇളവ് അല്ലെങ്കിൽ ഒരു ചർച്ച എന്ന രീതിയിൽ കേന്ദ്രം മുന്നോട്ട് വരുന്നത്. നേരത്തെയൊക്കെ ഇത് സംബന്ധിച്ച് ബിഷപ്പുമാരൊക്കെ അമിത്ഷായെ കണ്ടപ്പോൾ പോലും ഇക്കാര്യത്തിലൊരു ഉറപ്പ് ലഭിച്ചില്ല. എന്നാൽ ഇന്ന് കിരൺ റിജിജു വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്നലെ കിരൺ റിജിജു വ്യക്തമാക്കിയത് ഈ ആശങ്കയാക്കാൻ FCRA ബില്ല് സംബന്ധിച്ച് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റാനും ആശങ്കകൾ അകറ്റാനും കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അതിന് ചർച്ചകൾക്ക് തയ്യാറാണ്. പ്രതിപക്ഷവും കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കിരൺ റിജിജു വ്യക്തമാക്കിയത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2010 നിയമത്തിലെ ഭേദഗതി വരുമ്പോൾ ഇപ്പോൾ കൊണ്ടുവരുന്ന ഭേദഗതി പ്രകാരം സ്ഥാപനങ്ങൾ, അതായത് FCRA വിദേശ ഫണ്ട് കൊണ്ട് ഉപയോഗിച്ച് വാങ്ങുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്വത്തുക്കൾ അത് ഏറ്റെടുക്കാനുള്ള വിഷയത്തിൽ, അതായത് പിന്നീട് ഇത് സംബന്ധിച്ച കണക്കുകൾ നൽകിയിട്ടെങ്കിൽ അത് സർക്കാരിൽ കണ്ടുകെട്ടാൻ കഴിയുമെന്ന വ്യവസ്ഥയിൽ ഇളവ് വരുത്തണം എന്നാണ് മതസംഘടനകൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇക്കാര്യത്തിലടക്കം ചർച്ച ആവാമെന്നാണ് കിരൺ റിജിജുവിൻ്റെ ഇപ്പോഴത്തെ നിലപാട്, കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അതിന് മറ്റൊരു മറുവശമുണ്ട്. കാരണം അമേരിക്കയിൽ കോൺഗ്രസ്മാൻ ഇന്നലെ ഇത് സംബന്ധിച്ച് വെർജീനിയ വെസ്റ്റിലെ റിപ്പബ്ലിക് അംഗമായ കോൺഗ്രസ് അംഗം വളരെ വ്യക്തമായി തന്നെ ഇത് അമേരിക്കൻ ഇന്ത്യൻ ബന്ധത്തെ തന്നെ ബാധിക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഒരു സാഹചര്യം ഒക്കെ കണക്കിലെടുത്ത് വേണം കിരൺ റിജിജുവിൻ്റെ ഈ നിലപാട് മാറ്റം നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്താൻ. അതേപോലെ തന്നെ പ്രതിപക്ഷവുമായിട്ട് ഒരു ബാക്ക്ഡോർ ചർച്ച ഇപ്പോൾ ഇന്നലെ തന്നെ കിരൺ റിജിജു തുടങ്ങിയിട്ടുണ്ട് ശ്രീലക്ഷ്മി. കാരണം 2 പ്രധാനപ്പെട്ട ബില്ലുകൾ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്ത് പാസ്സാക്കണമെന്നാണ് NDAയുടെ ആവശ്യം. അതിനുവേണ്ടി പ്രതിപക്ഷത്തിൻ്റെ വനിതാ സംവരണ ബില്ലടക്കം അല്ലെങ്കിൽ ഡീലിമിറ്റേഷനും പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ഉറപ്പാക്കാൻ പ്രതിപക്ഷ നേതാവുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബാക്ക്ഡോറായി ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണം, പ്രതിപക്ഷത്തിൻ്റെ ഒരു സഹായം വേണം. പ്രതിപക്ഷ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഈ 2 ബില്ലുകളും നിയമ ഭേദഗതിയും പാസ്സാക്കാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി മനസ്സിൽ കണ്ടുമാണ് പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ എതിർത്ത FCRA ബില്ലിലടക്കം ഒരു ചർച്ചയാവാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശശി, ഏതായാലും ഇന്നത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ ഏതായാലും ബഹളം ഉറപ്പാണ്. FCRA ഇല്ലെങ്കിൽ അമിത്ഷാ എന്തുകൊണ്ട് സഭയിൽ വരുന്നില്ല എന്ന ചോദ്യത്തിനായിരിക്കും ഇന്ന് പ്രധാനമായും പ്രതിപക്ഷം വീണ്ടും ഉയർത്തുക. ശ്രീലക്ഷ്മി.